ഹായ് കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാജി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് സാമ്പാർ ചേരിയും പിന്നെ ഉണക്കപ്പയറും കൊണ്ട് ഒരു ഉപ്പേരിയാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബീട്രൂട്ടും പിന്നെ മുരിങ്ങയിലയും കൂടിയിട്ട് ഉപ്പേരി വെച്ചത്. മഴയൊക്കെ പെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മൂത്ത ഇല എടുത്ത് കേട്ടോ, നല്ല തളിര് ഇലയാണ് എടുത്തത്. അപ്പോൾ അത് അമ്മ അരിഞ്ഞ് തന്നു കേട്ടോ ഇലയൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സബോളയും വെളുത്തുള്ളിയും ചീനമുളകൊക്കെ കൂടിയിട്ടാണ്, ഇതിൽ മുളക് പൊടി കൊണ്ടില്ല കേട്ടോ, എന്നിട്ടാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും ചീനമുളകും സബോളയും കൂടി ഞാൻ മെല്ലെ ഒന്ന് മിക്സിയിലൊന്നും ചതച്ച് വെച്ചിട്ട് വഴറ്റാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വഴറ്റിയപ്പോൾ ഞാൻ നാളികേരം ചിരകിയത് അതിലിട്ടുണ്ട് കേട്ടോ. ആ നാളികേരം ഒന്ന് മെല്ലെ ഒന്ന് ഒരു കളറ് മാറണ വരെ ഒന്ന് വറുക്കുക. ഞാൻ കടിക്കുമ്പോൾ ഒരു സ്വാദ് കിട്ടില്ല, ഉപ്പേരി കഴിക്കുമ്പോഴേ ഒരു സ്വാദ് കിട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഞാൻ നമ്മുടെ ചീരയുടെ ഇല, സാമ്പാർ ചീരയുടെ ഇല ഇട്ടത് കേട്ടോ. കുറച്ച് തുള്ളി വെള്ളം ഒഴിക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ സാധാ ഉപ്പേരി വെക്കണ പോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തുള്ളി വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അത്ര വേണ്ടുള്ളൂ. പിന്നെ നമ്മുടെ പയർ വേവിച്ച് വെക്കുക, അതിൽ കൊട്ടുക. ഇത്രയാണ് ഞങ്ങളുടെ കർക്കിടക മാസത്തിലെ 2ാം ദിവസത്തെ ഉപ്പേരി കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ മരുന്ന് കഞ്ഞി പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വെക്കും. അപ്പോൾ അതിന് വെക്കാൻ സമയമായിട്ടില്ല, ഞങ്ങൾ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണ്. അച്ഛൻ ചേച്ചിയുടെ വീട്ടിലാണ്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരി, ചീരടയിൽ പയറിട്ടു, ഉണക്കപ്പയർ വേവിച്ചതിട്ടു. ഉണക്കപ്പയർ വറുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു മണമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വേഗം കേടുവരില്ല വറുത്തിട്ട് വെക്കുമ്പോൾ. സമയമുള്ളവർ ഉണക്കപ്പയർ വറുത്തിട്ട് അതിൽ കൊട്ടിയാൽ അത്രയും കൂടി അടിപൊളി മണവും ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പം ഇനി ഷോപ്പിലേക്ക് പോകാൻ നോക്കണം. അപ്പോഴേക്കും ടേസ്റ്റ് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടി ഒന്ന് വെറുതെ ടേസ്റ്റ് നോക്കാം. എല്ലാവരും വെക്കണതാണ് ഉപ്പേരിയൊക്കെ, എന്നാലും വെറുതെ ടേസ്റ്റ് നോക്കാൻ വെച്ചിട്ട് അമ്മേനെ വീഡിയോയിൽ കാണിക്കുന്നു. അമ്മ നോക്കുന്നുണ്ട്. ഇപ്പം മഴയൊക്കെ എന്തായാലും ഒന്ന് കുറച്ച് കുറവുണ്ട് കേട്ടോ, ഒന്ന് കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞില്ല, ലൈവിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നേരം പോലെ അതിൽ സംസാരിക്കാൻ അധികം പറ്റിയില്ല, കാരണം ആദ്യമായിട്ടാണ് ലൈവിൽ വന്നിരിക്കുന്നത്. കുറേ കൂട്ടുകാർക്കൊന്നും കാണാൻ പറ്റാതായിട്ടുണ്ട്, എന്നാലും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇനിയും വരും കേട്ടോ, കാരണം ആദ്യത്തെ എന്തായാലും കഴിഞ്ഞു. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാനത് ഡിലീറ്റ് ചെയ്തു കേട്ടോ. അതിൽ ഒരുപാട് ചിരിക്കണതും അരമണിക്കൂറോളം ഉണ്ടായിരുന്നത്. അത് പിന്നെ തോന്നി ഡിലീറ്റ് ചെയ്യണ്ട തോന്നി, പക്ഷേ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാർ ഇനി എന്തായാലും വരണം, ഞാൻ ഒരു ദിവസം കൂടി വെക്കുന്നുണ്ട്, ഞായറാഴ്ച അങ്ങനെയൊക്കെ ആയിട്ട് വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വരണം കേട്ടോ. ഇനി ഷോപ്പിലേക്ക് പോകണം, മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കാണ് ഞാൻ പോണത്. ഭാരതപ്പുഴ ഉണ്ട് കാണുന്നത്, പുഴ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. പാടും പുഴയും കൂടി ഒപ്പായി നല്ലൊരു മഴയും വരുന്നുണ്ട് കേട്ടോ. മഴ പോയി എന്ന് വിചാരിച്ചതാണ്, നല്ലൊരു മഴയും വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് മഴയൊക്കെ പെയ്തു, ഞാൻ ബസ്സിലൊക്കെ ഇരുന്നു. പിന്നെ ഷോപ്പിൽ പോയി അടിക്കാളൊക്കെ അടിച്ചു കൊടുത്തു. അതിനിടയിൽ ഓരോരുത്തർ ഷേപ്പാക്കാനൊക്കെ വന്നു. അങ്ങനെ നമ്മുടെ ജോലി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയാനൊന്നുമില്ല, എന്നാലും ഞാനൊരു 6-7 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ്. ഇപ്പോൾ സമയം 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തയ്ക്കാതിരിക്കുമ്പോൾ തയ്ക്കൽ കാലത്ത് 8-9 മണിക്കാണ് ഞാൻ വരാറ്. അങ്ങനെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും വയ്യാത്ത കാരണം ഇപ്പോൾ കുറച്ച് വൈകിട്ട് വരുന്നത്. ഇപ്പോൾ 9:30 അല്ലെങ്കിൽ ഞാൻ 9 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 9:30ക്കാണ് ഷോപ്പിലെത്തുക.
അങ്ങനെ വേഗം തയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ തുണി വെട്ടാനുള്ളതൊക്കെ ഞാൻ അധികം വീട്ടിൽ നിന്നാണ് വെട്ടിയിട്ട് കൊണ്ടുവരിക തുണി. കാരണം ഷോപ്പ് വന്നാൽ അധികം അങ്ങനെ വെട്ടാനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് പകുതി പണി ഞാൻ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ചെയ്യാറ്. തുണികളൊക്കെ അവിടെ നിലത്തിരുന്നിട്ട് അവിടെ വെട്ടി ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരും. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് വേഗം പണിയില്ല, അരമണിക്കൂർ കൊണ്ട് വേഗം അത് തയ്ച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല, കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കുഞ്ഞ മേശയാണ്, അപ്പോൾ അതിൽ വെച്ചിട്ട് ആക്കാൻ നല്ല ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കൂട്ടുകാർ ഇന്നലെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഷോപ്പിൽ നിന്നൊക്കെ. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാണിയംകുളത്താണെന്ന്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ വാണിയംകുളത്ത് പറയാറുണ്ട്, ഒരുപാട് പറയാറുണ്ട്. അപ്പോൾ അപ്പോൾ അവരോട് വീണ്ടും പറയുന്നത് വാണിയംകുളത്താണ് കേട്ടോ. അങ്ങനെ ഞാൻ ചുരിദാറൊക്കെ വേഗം തയ്ക്കാൻ വേണ്ടിയിട്ടാണ് വേഗം വെട്ടണത്. പിന്നെ ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സുന്ദരേട്ടൻ പറഞ്ഞ ഏട്ടൻ ഇവിടെ ഉണ്ട്. ഏട്ടനല്ല, ഞങ്ങളെല്ലാവരും സുന്ദരേട്ടൻ എന്നിട്ട് വിളിക്കുക. ആളിവിടെ ഉണ്ട്. ഞാൻ ആളിനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരെയും അധികം ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂട്ടാതെ കുറച്ചായിട്ടേ ഞാൻ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും സമയത്തിൻ്റെ കുഴപ്പമുണ്ടാവില്ല, എല്ലാവർക്കും വേഗം കാണുകയും ചെയ്യുക, വേഗം വീഡിയോ കഴിയും ചെയ്യും കേട്ടോ. അങ്ങനെ എൻ്റെ വലിയൊരു പാത്രത്തിൽ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കറി ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. വേറെ വിശേഷം വേറെ വിശേഷമൊന്നുമില്ല. ഉപ്പേരി വേറെ പാത്രത്തിലാണ് ആക്കുന്നത്. ഇന്ന് ഞാൻ നേരം വൈകിയ കാരണം വേഗം ഞാൻ ചോറിൽ നിന്ന് ഉപ്പേരിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറൊക്കെ കൂട്ടി പിന്നെ ഉപ്പേരിയൊക്കെ കൂട്ടി ചോറുണ്ടാണ് കേട്ടോ. നമ്മുടെ സുന്ദരേട്ടൻ ഇവിടെ നിന്നുണ്ട്. സുന്ദരേട്ടൻ മുറുക്കിയിറക്കാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കറി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉപ്പേരി ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതാ ഓരോന്നൊക്കെ പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വാങ്ങണത്. അപ്പോഴാണ് ഫോൺ അവിടെ വെച്ചിരിക്കുന്നത് കണ്ടത്. നീ നല്ല പണിയാണ് കാട്ടുന്നൊക്കെ പറഞ്ഞു കേട്ടോ. സുന്ദരേട്ടൻ്റെ മക്കളും കാണുന്നുണ്ടാവും ഈ വീഡിയോ ഒക്കെ. അതുകൊണ്ട് സുന്ദരേട്ടനോട് പറയാതെ എന്നല്ല ഞാൻ ചെയ്യാറ്. കാരണം നമ്മളൊരാളോട് പറയാതെ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അത് വീട്ടുകാർ കാണുമ്പോൾ അത് പ്രശ്നമായി വരില്ലേ. അപ്പോൾ അവരെ മകൾ കാണാറുണ്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് ഞാൻ സുന്ദരേട്ടന് ഇടുന്നത് കേട്ടോ. കാരണം സുന്ദരേട്ടൻ പറഞ്ഞ ആളെപ്പോഴും ഷോപ്പിലുള്ള അധികം ഉണ്ടാവും എപ്പോഴും. തലയിൽ തേക്കാനാണ് പറഞ്ഞത് കേട്ടോ. ആർക്കാന്ന് ചോദിച്ചില്ല. അപ്പോൾ ആൾ പോവാൻ നിൽക്കണം. ഒരു 1:30 ആകുമ്പോഴാണ് ആൾ പോവാറ് കേട്ടോ. ആളുടെ വീട്ടിലേക്ക് 1-2 മണിയാകുമ്പോൾ ആൾ പോവും. അങ്ങനെ എൻ്റെ ഉപ്പേരിയൊക്കെ നോക്കുന്നുണ്ട്, എന്തൊക്കെയാണെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആൾ മുറുക്കിയ കാരണം അതൊന്നും കഴിച്ച്